ഹായ് ഫ്രണ്ട്സ്, തയ്യൽ പഠിച്ചു വരുന്ന ആൾക്കാരില്ല അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അവർക്ക് തയ്യലിൻ്റെ എല്ലാ സാധനങ്ങളൊന്നും അറിയുകയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതിനെ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ. നമുക്കൊരു കത്രികയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇത്രയും വലിയ കത്രികയുടെ ഒന്നും ആവശ്യമില്ല തയ്യൽ പഠിച്ചു വരുന്നവർക്ക്. നമുക്കൊരു ചെറിയ കത്രിക മതി തയ്യൽ പഠിച്ചു വരുന്ന ആൾക്കാർക്ക്. ഇതുകൊണ്ട് ഇതേപോലത്തെ ഒരു കത്രിക വാങ്ങി വെക്കണം. നമുക്ക് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇത് 5-6 വർഷമായ കത്രികയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഒരു കത്രിക വാങ്ങി വയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ടേപ്പാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ടേപ്പിൻ്റെ ഇതുണ്ടോ, സെൻറ്റിമീറ്ററും ഇഞ്ച് കണക്കിലുമാണ് നമുക്ക് ടേപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 100 സെൻറ്റിമീറ്റർ ഉണ്ടോ, ഇവിടെ വരുമ്പോൾ നമുക്ക് 1 മീറ്ററാണ്. അപ്പോൾ 1.5 മീറ്ററാണ് ഒരു ടേപ്പായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് വലിയ അക്ഷരത്തിൽ കണ്ടോ, ഇതിൻ്റെ മറുഭാഗം നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഞ്ച് കണക്കിലാണ് കാണിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതുകൊണ്ട് ഇത് ഇഞ്ചാണ്. അപ്പോൾ 1, 2, 3 ഇഞ്ച് കണക്കിലാണ് വരുന്നത്. 1ൻ്റെയും 2ൻ്റെയൊക്കെ നടുക്ക് ഭാഗത്തൊരു ലൈൻ കണ്ടില്ല സെൻറ്ററിലായിട്ട്, അത് നമ്മൾ 1/2 ഇഞ്ചായിട്ട് കണക്ക് കൂട്ടും. അതിൻ്റെ അപ്പുറം ഇപ്പുറം 1/4 ഇഞ്ചും 3/4 ഇഞ്ചായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും മടക്കി വയ്ക്കാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. മടക്കി വെച്ചാൽ നമുക്ക് അളവൊക്കെ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇതേപോലെ അങ്ങനെ അറ്റത്ത് കണ്ട ഒരു ഹോൾ കണ്ട അവിടെ നമുക്കൊരു ആണിയിൽ നമുക്ക് ഈ ടേപ്പിങ്ങനെ നേരെ തൂക്കിയിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചോക്കാണ്. ഇത് നമുക്ക് തുണിയിലൊക്കെ അളവുകളൊക്കെ അടയാളപ്പെടുത്താനായിട്ടുള്ള ഒരു ചോക്കാണിത്. ഇതിപ്പോൾ നമുക്ക് എല്ലാ കളറുകളിലും കിട്ടും കേട്ടോ. പല പല കളറുകളിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വയ്ക്കുക. ഒരു ബോക്സായിട്ട് വാങ്ങുവാണെങ്കിൽ നമുക്ക് വില കുറവായിട്ട് കിട്ടും, ഓരോ പീസായിട്ടും കിട്ടും. അപ്പോൾ അതിന് ഇച്ചിരി വില കൂടുതലുമായിരിക്കുമേ. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങി വയ്ക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നൂല് കണ്ടില്ലേ, നൂല് നമുക്ക് പല കമ്പനികളുടെ ഉണ്ട്. ഞാൻ കൂടുതലും വർദ്ധമാനിൻ്റെയൊക്കെയാണ് നൂല് വാങ്ങാറുള്ളത്. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല പോളിസ്റ്റർ നൂലാണ്. അത് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടിയൊന്നും പോകത്തൊന്നുമില്ല. എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് വർദ്ധമാനിൻ്റെ നൂല്. പിന്നെ മറ്റുള്ള കമ്പനികളുടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വർദ്ധമാനിൻ്റെ മാത്രമൊന്നുമല്ല, ഇതുകൊണ്ട് ഇത് വേറൊരു കമ്പനിയാണ്. ഇതും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നൂലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ നൂലുകളാണ് നോക്കി വാങ്ങാറുള്ളത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ബ്രാൻഡായിട്ടുള്ള നൂലുകൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ലൂസായിട്ട് വാങ്ങുവാണെങ്കിൽ നമുക്ക് വില കൂടുതലാണ്. ഓരോ ബോക്സായിട്ട് വാങ്ങി പല കളറുകൾ വാങ്ങി നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് വില കുറവായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ക്വാളിറ്റിയുള്ള നൂലുകളൊക്കെ വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കണേ. ഇപ്പോൾ ഇതുകൊണ്ട് നമ്മൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചിയാണ് കേട്ടോ. മെഷീൻ സൂചിയല്ല, നമ്മുടെ കൈത്തൈലൊക്കെ തയ്ക്കുമല്ലേ, അങ്ങനെ വാങ്ങിക്കുന്ന സൂചിയാണ്. ഇതിപ്പോൾ ഇതേപോലെ ഒരു ബോക്സായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പല പല അളവുകളിലായിട്ട് നമുക്ക് സൂചി കിട്ടും. നമുക്ക് ഹോളുകളിലെ വലിപ്പമില്ലാത്ത നീളം കൂടിയതും കുറഞ്ഞതും കട്ടി കൂടിയതും കട്ടി കുറഞ്ഞതും എല്ലാം സൂചികൾ നമുക്കിതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇത് ത്രെഡർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിപ്പോൾ നൂല് കോർക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഹോളിലൂടെ ഇതിങ്ങനെ കടത്തി വയ്ക്കുക. അതുകൊണ്ട് അതിനകത്തൊരു ഹോൾ പോലത്തെ സംഭവമില്ല, അതിലൂടെ നമ്മൾ ഇതുണ്ട് ഇതേപോലെ നൂല് കടത്തി നമ്മളൊന്ന് വലിച്ചിട്ട് ഇത് ബാക്കിലേക്കൊന്ന് വലിക്കുമ്പോൾ നമ്മുടെ സൂചിയിൽ നൂല് കോർത്ത് കിട്ടും. അതിനുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് നൂല് കോർക്കാൻ പറ്റും കേട്ടോ. കണ്ട, ഇത് നമ്മളുടെ പിന്നെന്ന് പറയും. നമ്മൾ തുണിയിലൊക്കെ 2-3 പീസൊക്കെ ഒന്നിച്ച് വെച്ച് ഇതേപോലെ പിൻ ചെയ്ത് വെക്കണം. തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ പിന്നുകൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് കടയിൽ കിട്ടും കേട്ടോ. ഈ ടൈലറിങ്ങിൻ്റെ സാധനം വയ്ക്കുന്ന കടയിൽ. ഇത് നമ്മളുടെ ട്രിമ്മർ എന്നാണ് പറയുന്നത്. നൂലൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഇതേപോലെ നൂലൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇത് നമ്മൾ വാങ്ങിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നല്ല ഇപ്പം തയ്ച്ച് പഴുന്നവർക്കൊന്നും ഇത് അറിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് ബ്ലൗസിനൊക്കെ വയ്ക്കുന്ന കൊളുത്തും സ്കേർട്ടിനൊക്കെ വയ്ക്കുന്ന കൊളുത്തുമാണിത്. ഇത് നമ്മൾ സ്റ്റീലിൻ്റെ നോക്കി വാങ്ങുക, എന്നാൽ നമുക്ക് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം. ബ്ലൗസിലേക്ക് വെച്ചാലും പോകാണ്ടിരുന്നോളും, തുരുമ്പൊന്നും എടുക്കാണ്ടിരുന്നോളുവേ. അപ്പോൾ സ്റ്റീൽ നോക്കി വാങ്ങുക. ഇത് നമ്മൾ നൂലഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയെങ്കിൽ അത് നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് അഴിക്കാം. ഒരു ഭാഗത്ത് 2ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. എൻ്റെ അറ്റം കണ്ടില്ലേ. അപ്പോൾ അത് നമ്മൾ ഒരു ഭാഗം ഒരു മുത്ത് പോലത്തെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗം നമ്മൾ തുണിയൊന്നും കീറാണ്ട് കിട്ടാനായിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതിന് നടുക്ക് ഭാഗത്തായിട്ടൊരു അങ്ങനെ ഒരു മൂർച്ചയുള്ള ഭാഗമുണ്ട് കേട്ടോ. ആ ഭാഗത്ത് നൂല് കോർത്താണ് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് നൂല് അഴിച്ചെടുക്കാനായിട്ടുള്ളതാണിത്. പിന്നെ നമ്മളെ സ്കെയിൽ ഇതുണ്ട്. ഇതേപോലെ ഒരു സ്കെയിൽ നമ്മൾ വാങ്ങി വയ്ക്കുക. ഇത് സ്റ്റീലിൻ്റെ ഉണ്ട്, നമുക്ക് തടിയുടെയൊക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, ഫൈബറിൻ്റെ ഉണ്ട്. അതെന്താണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഇതേപോലത്തെ ഒരു സ്കെയിലും വാങ്ങി വെച്ചോളൂ കേട്ടോ.
ഇതൊക്കെ നമുക്കുള്ളൊരു അത്യാവശ്യമുള്ളതാണ്. പിന്നെ സിബ്ബ് കണ്ടില്ലേ, സിബ്ബ് നമ്മൾ ഇൻവിസിബിൾ സിബ്ബും ഉണ്ട്, സാധാ സിബ്ബും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇതുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്ത് സാധാ സിബ്ബിൻ്റെ ഈ ഭാഗത്ത് കണ്ടോ നമുക്ക് ലോക്ക് ചെയ്യുന്ന ഭാഗം കാണാം. ഇൻവിസിബിൾ സിബ്ബിന് ആ ഒരു ഭാഗം അകത്ത് വശത്തായിരിക്കും, മുകൾ ഭാഗം ക്ലോസ് ആയിട്ടായിരിക്കും. സാധാ സിബ്ബിന് നമ്മളകത്ത് പോകുന്ന ഭാഗമാണ് ക്ലോസ് ആയിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് നമ്മുടെ സാധാ സിബ്ബ് തന്നെയാണ്, ഫ്രോക്കിനൊക്കെ വയ്ക്കുന്ന നീളം കുറഞ്ഞ സിബ്ബ്. അതിൻ്റെ ഇതുകൊണ്ട് ഇവിടെ ഒരു മെറ്റലും കൊണ്ടുള്ള ലോക്ക് ഉണ്ടായിരിക്കും. സാധാരണ സിബ്ബിന് മെറ്റലും കൊണ്ടുള്ള ലോക്കായിരിക്കും. ഇൻവിസിബിൾ സിബ്ബിന് ഇതുകൊണ്ട് ഇതേപോലെ എന്തോ വെച്ച് ഉരുക്കിയ പോലത്തെ ഒരു ലോക്കാണ് വരുന്നത് കേട്ടോ താഴെ ഭാഗത്തായിട്ട്. അതേപോലെ തന്നെ സിബ്ബിൻ്റെ ഇതുകൊണ്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് സാധാരണ സിബ്ബിന് ഇതിൻ്റെ ഒരു പരന്നായിരിക്കും. ഇതിൻ്റെ കണ്ട് ഇതിന് നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ കേട്ടോ. ഇത് ആം ഹോൾ കർവ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് ആം ഹോൾ വരയ്ക്കാനും പിന്നെ ഒരുപാട് നെക്കൊക്കെ നമുക്ക് ഇതും കൊണ്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നല്ല ഒരുപാട് ഡിസൈനുകളൊക്കെ നെക്കൊക്കെ നമുക്ക് ഇതും കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതും നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഇലാസ്റ്റിക് ഇത് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ്. ഇത് പല വീതികളിൽ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഏതിനാണ് ആവശ്യമുള്ളത് അതനുസരിച്ച്. ഇതിപ്പം മിടിക്കൊക്കെ വെക്കാൻ പരുവത്തിനുള്ള ഇലാസ്റ്റിക്കാണ്. ഇപ്പം ഇതിൻ്റെ വീതി കുറഞ്ഞതും വീതി കൂടിയതുമായ ഒരുപാട് അളവുകളിലുള്ള ഇത് കിട്ടാനുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കേസും ബോബൻ കേസുമാണ്. ഇതിൽ നമ്മൾ നൂല് ചുറ്റി വയ്ക്കുന്നതാണ് കേട്ടോ. ഇതിപ്പം സാധാരണ മെഷീൻ്റെ നമ്മൾ സാധാ മെഷീൻ്റെയൊക്കെ കേസൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡബിൾ മെഷീനായിട്ടാണ് ഇങ്ങനത്തെ കേസും ബോബൻ കേസും ഒക്കെ കിട്ടുന്നത്. ഇതേപോലെയാണ് നമ്മൾ ഇതിലൂടെ നൂല് കോർത്തെടുക്കാനുള്ളതാണ് കേട്ടോ. അടിയിലിടുന്ന നൂലാണിത്, മുകളിലിടുന്ന വേറെയാണിത്. മെഷീൻ സൂചിയാണ്. നമുക്കിതേപോലെ ബോക്സിലായിട്ടാണ് ഞാൻ വാങ്ങി വയ്ക്കാറുള്ളത്, അല്ലാതെയും കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചേറെ വാങ്ങി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ ബോക്സസ് ആയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സേഫായിട്ടിരുന്നോളും. അവിടെ ഇവിടെയൊന്നും ചതുരി കിടക്കാതെ നമുക്ക് സേഫായിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുമേ. ഇത് നല്ല കട്ടി കൂടി എത്ര കട്ടി ഉണ്ടെങ്കിലും ഈ ഒരു സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് അത് ഒടിഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ക്വാളിറ്റിയുള്ള സൂചി വാങ്ങി വയ്ക്കുന്നത്. കണ്ടില്ലേ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് നമുക്കൊരു മാർക്കറും വേണം. നമുക്ക് എന്തെങ്കിലും ഒന്ന് പോയിൻ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് മാർക്കർ. അപ്പം നമ്മൾക്കൊരു പാറ്റേൺ കട്ട് പേപ്പറിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും മാർക്കർ വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നതുണ്ട് ക്യാൻവാസാണ്. ഇത് നമ്മൾ പേപ്പർ ക്യാൻവാസ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുണ്ടോ ഈ ഒരു ഭാഗത്ത് പശയാണ്. അതിങ്ങനെ നല്ല തിളക്കത്തിൽ നിൽക്കും. താഴെ ഭാഗത്ത് പശയില്ലാത്തൊരു ഭാഗമാണ്. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്താനും വരയ്ക്കാനും ഒക്കെ എടുക്കാം. ഈ ഭാഗം നമ്മൾ തുണിയിൽ അയൺ ചെയ്ത് എടുക്കാനുള്ളതാണ്. ഇത് ഞാൻ പാൻറ്റിൻ്റെയൊക്കെ താഴെ ഭാഗത്ത് വയ്ക്കാനായിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാ നോർമൽ പാൻറ്റ് തയ്ക്കുകയില്ലേ, ആ പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗത്ത് ഇച്ചിരി കട്ടി വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഷർട്ടിൻ്റെ ബട്ടൺസ് വയ്ക്കുന്ന പടിയിൽ ഞാൻ വയ്ക്കാറുണ്ട്. ഇത് ഞാൻ നോർമൽ പാൻറ്റിൻ്റെ കാലിൻ്റെ താഴെ ഭാഗത്ത് വയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുമേ. ഇത് നമ്മൾ സിബ്ബ് വയ്ക്കാനുള്ള ചവിട്ടിയാണ് കേട്ടോ. ഒരു ഒറ്റക്കാറുള്ള ചവിട്ടി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം കൂട്ടുകാരെല്ലാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം. താങ്ക്